അങ്ങനെ കലോത്സവം അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മോടൊപ്പം കുറച്ച് നർത്തകികളാണുള്ളത്. UP വിഭാഗം സംഘനൃത്തത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ മിടുക്കികളാണ് ഒപ്പരമുള്ളത്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ആദ്യം ഏകദേശം അത്രയുണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? എന്റെ പേര് ആത്മിക. നയൂമി ബൈജ്, റിയ PA, നേതിക ജീവി, ഐശ്വര്യ ടി മനോജ്. ഞാൻ കൃഷ്ണേന്ദു പ്രജീഷ്, ആരുഷിയാർ നായർ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? എത്ര ഒരുപാട് ദിവസം എടുത്തോ? ഒരു 2 മന്തെല്ലാം എടുത്തു. നമ്മള് 3 മന്ത് കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് സബ് കഴിഞ്ഞ പാടന്നെ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെല്ലാം. ഇപ്പൊ നിങ്ങളെ സ്കൂളാണ് 2-ാം സ്ഥാനത്തുള്ളതല്ലേ? സ്കൂളിന്റെ പേര് പറഞ്ഞ അർത്ഥം? സെക്കൻഡറി സ്കൂൾ. ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? സാറ് നമുക്ക് പഠിപ്പിച്ചു തന്നു. സാർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ ഷാരി ചേച്ചി അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കറക്ഷൻസ് എല്ലാം ചെയ്തു തന്നു. സെലക്ട് ചെയ്തത് തന്നെ. നിങ്ങൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഭരതനാട്യം ഫസ്റ്റ് A ഗ്രേഡ് ആണ്. ഭരതനാട്യത്തില് ഫസ്റ്റ് ഉണ്ടായിരുന്നു സംസ്ഥാനത്ത്? അല്ല, സംസ്ഥാനമല്ല. ഓക്കെ. മറ്റേ സബ് ജില്ലയാണോ ഇപ്പൊ ജില്ലയാണോ ഏറ്റവും ടഫായി തോന്നിയത്? ഈസി ആയിരുന്നോ? നല്ല ടൈറ്റും ഉണ്ടായിരുന്നു, കൊറേ പിള്ളേരും ഉണ്ടായിരുന്നു സബില്. പക്ഷെ ഇവിടെ കുറവാണ്. പക്ഷെ നല്ല കളിക്കുന്ന കുട്ടികളുണ്ട്. ടൈറ്റും ആയിരുന്നു കോമ്പറ്റീഷൻ. എല്ലാരും ആസ്വദിച്ചാണ് കളിക്കുന്നത്. ഇഷ്ടമാ ഗ്രൂപ്പ് ഡാൻസ്? ഇഷ്ടം വേറെ ഏത് ഇനമാണ് ഇഷ്ടം? ഫോക്ക് ഡാൻസ് ഇഷ്ടമാണ്. പിന്നെ മോഹിനിയാട്ടം ഇഷ്ടമാണ്. 2 വർഷമായിട്ട് ഞാൻ ജില്ലക്ക് ഫോക്കിന് വന്നായിരുന്നു. അതുകൊണ്ട് ഫോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസിക്കൽ ഇഷ്ടാ. ഓക്കെ. ഇനി വേറെ ഐറ്റം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ സ്കൂളില് സെക്കൻഡ് കിട്ടോ ഫസ്റ്റ് കിട്ടോ എന്നുള്ള ഫസ്റ്റ് കിട്ടണം എന്ന് ആഗ്രഹം. ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? കൂടെ ആരാ വന്നേ? ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ടീച്ചേഴ്സ് ഇവിടെ കലോത്സവത്തിന്റെ ഡ്യൂട്ടിയിലുണ്ട്. അതുപോലെ നമുക്ക് കലോത്സവത്തിനൊക്കെ ടീച്ചേഴ്സ് എല്ലാം കട്ട സപ്പോർട്ട് ചെയ്യുന്നു. ഹൈസ്കൂൾ ഗ്രൂപ്പിലെ ഏച്ചിമാർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമുക്ക് ഓരോ കറക്ഷൻസ് അവരിങ്ങനെ നിന്ന് ശരിയാക്കി തരും. അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഈ വിജയത്തിന്റെ കാരണം ഏകദേശം അവരൊക്കെ തന്നെയാണ്. പിന്നെ പാരന്റ്സും കുറെ മോട്ടിവേഷൻസും സപ്പോർട്ടും തന്നായിരുന്നു. അതൊക്കെ വെച്ച് നമുക്കൊരു ആവേശം നമ്മൾ കളിച്ചു തകർത്തു. എങ്ങനെയാ തോന്നി ഇപ്രാവശ്യത്തെ കലോത്സവം? എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് തന്നെ വേണമെന്നുണ്ട്. കാരണം 2:30 തുടങ്ങുന്ന പറഞ്ഞാൽ പരിപാടി 11:30 രാത്രിയാ തുടങ്ങിയത്. അപ്പം നമ്മൾ രാവിലെ മേക്കപ്പ് ചെയ്തിരുന്നിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്കത്. ഭക്ഷണമൊക്കെ കഴിക്കാൻ പാടായിരുന്നു. ഈ ഗ്രൂപ്പ് ഉച്ചക്ക് 2:30 പറഞ്ഞേ. പിന്നെ നമ്മള് ഇത് UP തുടങ്ങിയത് പൊലച്ചക്ക് 1:15. നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴേക്ക് 1:45 കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള്. ചെറിയൊരു പരിഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മത്സരം തുടങ്ങുന്നതിലും വൈകുന്നതിലും ഒക്കെ ഒരു ചെറിയ നീരസങ്ങൾ എല്ലാവർക്കും ഉണ്ട്, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും. അതിനോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് മത്സരാർത്ഥികളുടെ കാര്യമാണ്. അവരിപ്പോൾ പറഞ്ഞ ആ ഒരു സമയമൊക്കെ അവർ ഇന്നിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് 4 മണിക്കൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തുതന്നെയായാലും മത്സരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മാറ്റൊരുക്കലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം പ്രതിഭ പ്രദീപ്, കണ്ണൂർ വിഷൻ.